ഹലോ ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക് തന്നെയാണ്, പക്ഷേ ഏറ്റവും സിമ്പിളായ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹോപ്പ്ഫുള്ളി ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദ ചാനൽ. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ, ജസ്റ്റ് ഇമാജിൻ നിങ്ങളൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന്, ക്ലോത്ത്സ് തുണികളൊക്കെ വിൽക്കുന്ന ഒരു വെബ്സൈറ്റ് abc.com എന്നാണ് ആ സൈറ്റിൻ്റെ പേര്. ഇപ്പം നിങ്ങൾ ഡെവലപ്പറിൻ്റെ സഹായത്തോടു കൂടി ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തു. അപ്പോൾ ആ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ ഡിസൈൻ ചെയ്ത തുണികളൊക്കെ അവിടെ ഡിസ്പ്ലേയിൽ വരും. ആളുകൾക്ക് അത് അവരുടെ ലാപ്ടോപ്പ് ബ്രൗസറിലൊക്കെ കയറി ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. സോ അതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ, അതാണ് നിങ്ങളുടെ വെബ്സൈറ്റ്, അത് നിങ്ങൾ ഡിസൈൻ ചെയ്തു. പക്ഷെ അതിപ്പോൾ ഇരിക്കുന്ന എവിടെയാണ്? ആ ഡെവലപ്പർ ഉണ്ടാക്കിയിരിക്കുന്ന ലാപ്ടോപ്പിൽ ഒരു മെഷീനിലോ ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ലോകത്തുള്ള എല്ലാവർക്കും അത് ആക്സസ് ചെയ്ത് അങ്ങനത്തെ ലോഡ് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ആ ലാപ്ടോപ്പിന് ഇല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യണം? അത് ഹോസ്റ്റ് ചെയ്യണം. അത് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു മെഷീൻ വാങ്ങുന്നു, ഒരു സെർവർ വാങ്ങുന്നു. അതിൻ്റെ അത്യാവശ്യം വേണ്ട സ്പെസിഫിക്കേഷനുള്ള സെർവറാണ്. അങ്ങനെ നിങ്ങൾ അത് ഹോസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഹോസ്റ്റിംഗ്. അപ്പോൾ റിക്വസ്റ്റ് സെർവറിലേക്ക് പോകുന്നു, സെർവറിന് തിരിച്ചു വരുന്നു, ട്രാൻസാക്ഷൻസ് നടക്കുന്നു. പിന്നെ അറ്റ് എ ടൈം 2 കസ്റ്റമേഴ്സ് ഒരുമിച്ച് വാങ്ങാൻ നോക്കുന്നു, 3 പേര്. അങ്ങനെ നിങ്ങളുടെ കച്ചവടം വലുതാവുന്നു, റിക്വസ്റ്റുകളുടെ എണ്ണം കൂടുന്നു, ട്രാൻസാക്ഷൻസിന്റെ എണ്ണം കൂടുന്നു. അപ്പോൾ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും? സെർവറിൽ ലോഡ് കൂടും അല്ലേ? അപ്പം CPU യൂസേജ് ആയാലും മെമ്മറി യൂസേജ് ഒക്കെ കൂടുന്നു. അപ്പം നിങ്ങളുടെ വരുമാനം കൂടുന്നതനുസരിച്ച് സെർവറിലെ ലോഡും അല്ലെങ്കിൽ അത് താങ്ങുന്ന അതിൻ്റെ റിസോഴ്സ് യൂസേജും കൂടുന്നു. അപ്പോൾ ആ സെർവറിന് നിങ്ങളുടെ ഈ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ താങ്ങാനുള്ള ശക്തിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൂടുതൽ റിസോഴ്സ് വാങ്ങും. ഒന്നുകിൽ നമ്മൾ പുതിയ സെർവർ വാങ്ങുന്നു, ഇതെല്ലാം ഇതുവരെ നമ്മൾ ഡെവലപ്പ് ചെയ്ത സാധനങ്ങളും ഈ ഇൻഫർമേഷൻ എല്ലാം കോപ്പി ചെയ്ത് ആ സെർവറിലേക്ക് കൊണ്ടുപോയി വലിയ സെർവറിൽ ഇടുന്നു, അല്ലെങ്കിൽ കൂടുതൽ റിസോഴ്സ് വാങ്ങുന്നു. അങ്ങനത്തെ ഒരു പ്രോസസ്സാണ്. അപ്പം അതൊരു ഒരു ഒരു ഡയഗ്രാം വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ നമ്മൾ കൂടുതൽ റിസോഴ്സസ് അല്ലെങ്കിൽ CPU അല്ലെങ്കിൽ ഡേറ്റാബേസിനാണെങ്കിൽ അത്, സ്റ്റോറേജ് എങ്കിൽ അത്, CPU RAM, ഇതെല്ലാം നമ്മൾ അധികമായി വാങ്ങുന്നു. ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ക്ലൗഡിന് മുൻപ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബിഫോർ ക്ലൗഡ് വി ഹാഡ് ടു ബൈ എ സ്റ്റാക്ക് ഓഫ് സെർവേഴ്സ്. കൂടുതൽ സെർവേഴ്സ് നമ്മൾ വാങ്ങുന്നു, ലോഡ് ബാലൻസിങ് സെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ട്രാഫിക് കൂടുന്തോറും കൂടുതൽ സെർവർ അല്ലെങ്കിൽ വലിയ സെർവറുകൾ വാങ്ങേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കണ്ടന്റ് ഒക്കെ മൂവ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് വരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ അത് ട്രബിൾ ഷൂട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ട് വരുന്നു, ഹാർഡ്വെയർ ഇഷ്യൂസ് നമ്മൾ നോക്കേണ്ടി വരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ പരമായ ബുദ്ധിമുട്ടും ഈ ബിസിനസ്സുകാർക്ക് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് ഓണറിനുണ്ടാവുന്നു. അതുപോലെ തന്നെ വേറൊരു ഇഷ്യൂ ഫേസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ട്രാഫിക് എല്ലായ്പ്പോഴും ഉണ്ടാവണമെന്നില്ല. ഇപ്പം ചില വെബ്സൈറ്റിന് നമ്മളിപ്പം ഭയങ്കര ഡിമാൻഡാണ്, പക്ഷെ ഒരു ഫെസ്റ്റീവ് സീസൺസ് ഒക്കെ കഴിയുമ്പം ട്രാഫിക് അത്ര ഇല്ല. പക്ഷെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത റിസോഴ്സും അല്ലെങ്കിൽ വലിയ സെർവറിൻ്റെ പൈസ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊരു ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആ ബിസിനസ്സുകാരിൽ ഉണ്ടാക്കുന്നു അല്ലേ? ഡെഫിനറ്റ് ആയിട്ട്. അപ്പം അങ്ങനത്തെ ഡ്രോബാക്സിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന അല്ലെങ്കിൽ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഇൻവെന്റ് ചെയ്ത ഒരു കോൺസെപ്റ്റാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന കോൺസെപ്റ്റ്. So cloud computing is storing data or application on a remote server, processing data or application from that server, accessing or data application via internet. അപ്പോൾ നമ്മളൊരു ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ആകാശത്ത്, ഞാൻ ഇത് ഭയങ്കര ഒരു ഭയങ്കര ബേസിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്, അതല്ല അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്കും അറിയാം. അപ്പോൾ ആകാശത്ത് ഒരു കോമൺ സ്പേസിൽ, ക്ലൗഡിൽ നമ്മളൊരു കോമൺ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഈ പറഞ്ഞ സെർവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊവൈഡർ ഉണ്ട്. നമുക്ക് വേണ്ടപ്പോൾ അവിടുന്ന് വേണ്ട റിസോഴ്സ് എടുക്കുന്നു, യൂസ് ചെയ്യുന്നു, അതിൻ്റെ പൈസ മാത്രം കൊടുക്കുന്നു. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആകെ ആവശ്യമുള്ളത് ഇൻ്റർനെറ്റ് ആണ്. ഇൻ്റർനെറ്റ് വഴി നമുക്ക് വേണ്ട റിസോഴ്സ്, സ്റ്റോറേജ് എങ്കിൽ സ്റ്റോറേജ്, സെർവർ എങ്കിൽ സെർവർ, CPU, RAM, വാട്ട് എവർ വി വാണ്ട്, അത് അവിടുന്ന് വാങ്ങുന്നു, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നു, വർക്ക് ചെയ്യിപ്പിക്കുന്നു. ഇനി അതല്ല, ഓട്ടോ സ്കെയിലിംഗ് എന്ന് പറയുന്ന ഫീച്ചറും ഉണ്ട്. അതായത് നമ്മുടെ ട്രാഫിക് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വേണ്ട CPU യും
മെമ്മറിയും ഒക്കെ ഓട്ടോ സ്കെയിലിംഗ് നടക്കുന്ന ഫീച്ചറും ഈ ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം അതിൻ്റെ സർവീസ് മോഡൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ഉണ്ട്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ പറയുമ്പോൾ ഈ 3 മോഡൽ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാവും. അത് തന്നെയാണ്, അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് അടങ്ങുന്നതാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന ഒരു കോൺസെപ്റ്റ്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, ഈ ഒരു കോൺസെപ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം. അപ്പം എനിക്കൊരു മൂവി അല്ലെങ്കിൽ ഒരു സീരീസ് കാണണം. അത് നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സർവീസ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ വീഡിയോസ് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നു, ഞാൻ അവിടുന്ന് വീഡിയോസ് കാണുന്നു, ലോഗിൻ ചെയ്യുന്നു, വീഡിയോസ് കാണുന്നു. അവിടെ ആ സോഫ്റ്റ്വെയറിനെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസിനെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ അപ്സ്കെയിലിങ്ങിനെ പറ്റിയോ ഒന്നും ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? മൾട്ടിപ്പിൾ ആൾക്കാർ അറ്റ് എ ടൈം ആ നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്തു, അപ്പോൾ അതിൻ്റെ ലോഡ് കൂടി, അപ്പോൾ ഞാൻ അതിൻ്റെ മെയിൻ്റനൻസോ അല്ലെങ്കിൽ അപ്ഗ്രേഡിങ്ങിനെ പറ്റിയൊന്നും ഞാൻ ബോധഡ് ആവണ്ട. ഞാൻ ആ സർവീസ് മാത്രം യൂസ് ചെയ്താൽ മതി ക്ലൗഡിൽ നിന്ന്, അല്ലേ? അപ്പോൾ ഞാൻ ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് ക്ലൗഡിലോട്ട് കണക്റ്റ് ആയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്? ഈ വീഡിയോസും ഒക്കെ ഞാൻ കാണുന്നത്. സോ ആ ഒരു കോൺസെപ്റ്റ് ആണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ജിമെയിൽ. എനിക്ക് ഇമെയിൽസ് അയക്കണം, എനിക്ക് ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് ഇമെയിൽ അയക്കണം. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിന് വേണ്ടി ഒരു സെർവർ വാങ്ങി അതിനകത്ത് ഇമെയിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്തിൽ വെബ് മെയിൽ സെറ്റപ്പ് ചെയ്ത് ആ വെബ് മെയിൽ വഴി ഡൊമെയിൻ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ വെബ് മെയിൽ വഴി അങ്ങോട്ട് മെയിൽ അയച്ച് അങ്ങനെയൊന്നും ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലേ? ഞാൻ എന്ത് ചെയ്യണം? ക്ലൗഡിലോട്ട് കണക്ട് ചെയ്ത്, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജിമെയിൽ, ഗൂഗിൾ ക്ലൗഡ് വഴിയാണ് സെറ്റപ്പ് വരുന്നത്. ആ ജിമെയിലിൽ കണക്ട് ചെയ്യുന്നു, ഇമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, ഇമെയിൽ അയക്കുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ ഞാൻ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. എൻ്റെ മെയിൽസ് എങ്ങനെയാണ് പോകുന്നത്, അതിൻ്റെ സോഫ്റ്റ്വെയർസിനെ പറ്റിയൊന്നും അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റെനൻസിനെ പറ്റിയൊന്നും ഞാൻ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. ഐ ജസ്റ്റ് യൂസ് ദ സോഫ്റ്റ്വെയർ. സോ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായില്ല, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. അടുത്തത് കുറച്ചും കൂടി ടെക്നിക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാവും. അതായത് എൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, PHP അല്ലെങ്കിൽ പൈത്തണിൽ എഴുതി അല്ലെങ്കിൽ ജാവയിൽ എഴുതിയ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതെനിക്ക് റൺ ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം വേണം, അല്ലേ? ഇപ്പം എൻ്റെ ലോക്കൽ മെഷീനിൽ എനിക്ക് ആ ഒരു ഫീച്ചർ ഇല്ല, അല്ലെങ്കിൽ എൻ്റെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാനുള്ള തക്കത്തിന് കപ്പാസിറ്റി ഉള്ള ഒരു ലാപ്ടോപ്പ് എൻ്റെ ഇല്ല. അപ്പം എനിക്കൊരു പ്ലാറ്റ്ഫോം വേണം ഇത് റൺ ചെയ്യാൻ. ഈ എന്താ പറയുക, ആപ്ലിക്കേഷൻ പൈത്തണിലോ PHPയിലോ എഴുതിയ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം വേണം. എന്നാൽ ഈ ഒരു സാധനം ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനോ റൺ ചെയ്യാനോ വേണ്ടി ഒരു വലിയ സെർവർ മൊത്തം ഞാൻ വാങ്ങി അതിനകത്തിലെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഇതിൻ്റെ ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ഞാനൊരു സെർവർ വാങ്ങി കാശ് മുടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എനിക്കൊരു പ്ലാറ്റ്ഫോം മാത്രം മതി. ഈ PHP അല്ലെങ്കിൽ പൈത്തണിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസ്, ഒരു കൺസോൾ ആക്സസ് മാത്രം എനിക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അത് മാത്രമായിട്ട് ക്ലൗഡിൽ നിന്ന് എനിക്ക് വാങ്ങാൻ അല്ലെങ്കിൽ എടുക്കാൻ സാധിക്കും. അതിൻ്റെ എത്രയാണോ ആ പൈസ അത് മാത്രം അടച്ച് അത് മാത്രം യൂസ് ചെയ്യാനായിട്ട് എനിക്ക് പോസിബിൾ ആണ്. സോ ദാറ്റ് ഈസ് ഫീച്ചർ, അല്ലെങ്കിൽ ദാറ്റ് ഫീച്ചർ ഇസ് വാട്ട് വി കോൾ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഗൂഗിൾ ആപ്പ് എൻജിൻ പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സെർവർ വാങ്ങണം, എൻ്റെ ഒരു ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്യണം, അത് ഹോസ്റ്റ് ചെയ്യണം, അത് പലർ ആക്സസ് ചെയ്യണം. അങ്ങനത്തെ ഒരു വലിയൊരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ എൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു സെർവർ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻസ് മൊത്തമായിട്ട് വാങ്ങുന്നു, സെറ്റപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ ഫീച്ചറും ക്ലൗഡ് വഴി എനിക്ക് പോസിബിൾ ആണ്. സോ അങ്ങനത്തെ ഒരു സർവീസ് മോഡലിനെയാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു കേസ് വരുമ്പം ആ സെർവറിൻ്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി എൻ്റെ ആയിരിക്കും. ആ സെർവറിൻ്റെ OS മുതൽ അതിൻ്റെ പാക്കേജ്, അതിൻ്റെ അപ്ഗ്രേഡ്സ്, ഇതെല്ലാം ഞാൻ തന്നെ അല്ലെങ്കിൽ ആ വാങ്ങുന്ന ആൾ നോക്കേണ്ടി വരും. ആ ഒരു ഡയഗ്രാം നമുക്ക് നോക്കാം. അടുത്തത് കണ്ടോ, ഫിസിക്കൽ സെർവർ, ഓൺസൈറ്റ് സെർവേഴ്സ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മാനേജ് ചെയ്യേണ്ടതാണ് ആ ബ്ലൂ കളറിൽ കാണിക്കുന്നത്.
ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ തന്നെ സ്റ്റോറേജും വെർച്വലൈസേഷനും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതിൻ്റെ ആപ്ലിക്കേഷനും ഡേറ്റയും നെറ്റ്വർക്കിങ്ങും എല്ലാം നമ്മൾ തന്നെ കോൺഫിഗർ ചെയ്യണം, നമ്മൾ തന്നെ സെറ്റപ്പ് ചെയ്യണം, നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. എന്തെങ്കിലും അപ്ഗ്രേഡ് ഒക്കെ വന്നാൽ നമ്മൾ തന്നെ ചെയ്യണം. അതേസമയം ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് ആണെങ്കിൽ OS മുതലുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ആണെങ്കിൽ നമ്മൾ ഒന്നും നോക്കണ്ട, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനും ഡേറ്റയും മാത്രം നോക്കിയാൽ മതി. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആണെങ്കിലോ നമ്മൾ ഒന്നും നോക്കണ്ട, നമ്മളതിൽ ലോഗിൻ ചെയ്ത് നമ്മുടെ ഇമെയിൽ അയക്കുകയോ, ജിമെയിലാണെങ്കിൽ ഇമെയിൽ അയക്കുകയോ, നെറ്റ്ഫ്ലിക്സിലാണെങ്കിൽ മൂവി കാണുകയോ ചെയ്താൽ മതി. വേറെ ഒന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലൗഡിൽ നിന്ന് നമ്മൾ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായാൽ മാത്രം മതി. സോ ഈ ഒരു ഇമേജ്, ഈ ഒരു ഡയഗ്രാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാവും നമ്മൾ എന്തൊക്കെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ചെയ്യേണ്ടാത്തത്. അപ്പോൾ ആ ഒരു ക്ലൗഡിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് തന്നെ അതാണ്. ഇതല്ല, ഇതിൽ കൂടുതലുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ബേസിക് എക്സാമ്പിൾ പറഞ്ഞു. ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലൗഡ് എന്ന് പറയുമ്പം പബ്ലിക് ക്ലൗഡ് ഉണ്ട്, പ്രൈവറ്റ് ക്ലൗഡ് ഉണ്ട്, ഹൈബ്രിഡ് ക്ലൗഡ് ഉണ്ട്. ഈ 3 ടൈപ്പ് ഓഫ് ക്ലൗഡ്സ് ആണ് ജനറലി ഉള്ളത്. അത് ആ പേരിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാവുന്നേ ഉള്ളൂ. അതെന്താ നോക്കാം. Public cloud is a cloud computing that is delivered via the internet and shared across organization, which is accessible to public. ആ പേരിലുള്ള പോലെ തന്നെ. അപ്പം ഈ നെറ്റ്ഫ്ലിക്സും ഡ്രോപ്പ് ബോക്സും ജിമെയിൽ ഫീച്ചേഴ്സും ഒക്കെ അങ്ങനെയാണ് അല്ലേ. ആർക്ക് വേണമെങ്കിലും അത് ലോഗിൻ ചെയ്ത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഒബ്വിയസ്ലി അതിൻ്റെ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ, ഫ്രീ ഫീച്ചേഴ്സ് ആണെങ്കിൽ അങ്ങനെ. പക്ഷെ അത് എല്ലാവർക്കും ആക്സസിബിൾ ആണ്. അതേസമയം പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ നെറ്റ്വർക്കിൽ മാത്രം ആക്സസിബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ചില ക്ലൗഡ് ഏരിയാസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ AWSനകത്തിലെ ആമസോൺ VPC, VMware എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു നെറ്റ്വർക്ക് ഫുള്ളായിട്ട് ഇന്റേണൽ നെറ്റ്വർക്ക് വഴി മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ക്ലൗഡ് ഏരിയാസ് ഉണ്ടാവും. സെർവേഴ്സ് ആയാലും നെറ്റ്വർക്ക് ആയാലും സ്റ്റോറേജ് ആയാലും അത് ആ ഓർഗനൈസേഷന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ അത് പുറത്ത് ഏതെങ്കിലും രീതിയിൽ ആക്സസ് കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് ആ ക്ലൗഡിലേക്ക് പുറത്തുള്ളവർക്ക് ആക്സസ് ഉള്ളൂ. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന കോൺസെപ്റ്റ്, പ്രൈവറ്റ് ആൻഡ് പബ്ലിക്. അപ്പം പ്രൈവറ്റ് നെറ്റ്വർക്ക് വഴി മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൗഡ് ഏരിയ ഉണ്ടാകും. അതേസമയം പബ്ലിക്കിലേക്ക് ആക്സസ് ഉള്ള ചില സെറ്റപ്സും ആ ഓർഗനൈസേഷൻ ഉണ്ടാവും. സോ അത് രണ്ടുകൂടെ ചേർന്നതാണ് ഹൈബ്രിഡ് ക്ലൗഡ് കോൺസെപ്റ്റ്. പിന്നെ കോമൺ ആയിട്ടുള്ള ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ആണ് AWS, GCP, ഗൂഗിൾ ക്ലൗഡ്, അഷ്യൂർ ഒക്കെ. നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ഡിജിറ്റൽ ഓഷൻ ഉണ്ട്, അങ്ങനെ കുറെ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അതിൽ ആസ് ഓഫ് നോ ലീഡിങ് ഏതാണെന്ന് ചോദിച്ചാൽ AWS തന്നെയാണ്. കൂടുതൽ എഫിഷ്യൻറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കൂടുതൽ യൂസേഴ്സ് ഉള്ളതും മാർക്കറ്റിൽ ഏറ്റവും ടോപ്പ് വാല്യൂ ഉള്ളതും AWS തന്നെയാണ്. മേ ബി കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ഡിജിറ്റൽ ഓഷനൊക്കെ ആണെങ്കിലും ടോപ്പ് ഇൻ ദി മാർക്കറ്റ് സ്റ്റിൽ AWS. സോ അത്രേ ഉള്ളൂ കോൺസെപ്റ്റ്. നമ്മൾ ഫിസിക്കൽ സെർവേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട റിസോഴ്സ് മാത്രം എടുത്ത് നമ്മുടെ കാര്യം നടത്താൻ സാധിക്കുന്ന ഒരു ഫീച്ചർ എന്നൊരു രീതിയിൽ നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണെന്ന് മനസ്സിലാക്കി. സോ ഇതാണ് ഒരു ബേസിക് ഐഡിയ. ഇത് അറിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കോൺസെപ്റ്റ്സിലേക്ക് പോവാം. നമ്മൾ കൂടുതൽ വീഡിയോസ് അതിൽ ചെയ്യുന്നതായിരിക്കും. So hopefully this video was helpful. Thank you for watching. If you like it, please do like, share and subscribe and share it with your friends. See you.